ആനച്ചിഹ്നം നീലപതാക വിമോചനത്തിൻ സന്ദേശം. ആനച്ചിഹ്നം നീലപതാക വിമോചനത്തിൻ സന്ദേശം. ഇത് വിധി നിർണായക സന്ദേശം. ഉടുമ്പൻചോലയിലെ ചുട്ടുപൊള്ളുന്ന ചൂട് പോലെ തന്നെയാണ് ഇലക്ഷൻ ചൂടും. സ്ഥാനാർത്ഥികളും തങ്ങളുടെ വോട്ട് തേടിയുള്ള ഓട്ടത്തിലാണ്. അധികം ആളുകളെയൊന്നും കൂട്ടാതെ തന്റെ വോട്ട് നേരിട്ട് വോട്ടർമാരെ കണ്ട് അഭ്യർത്ഥിക്കുകയാണ് PSP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PK സജീവൻ. രാവിലെ തന്നെ പ്രധാന ജംഗ്ഷനുകളിലും ടൗണുകളിലുമൊക്കെയായി വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുകയാണ്. രാവിലെ പഴയ വിടുതിയിലും പിന്നെ രാജാക്കണ്ട ടൗണിലും ഹോട്ടലുകളിലും ടൗണിലെത്തിയവരെയും കണ്ട് വിശേഷങ്ങൾ പങ്കുവച്ചും വോട്ട് അഭ്യർത്ഥിച്ചു. ഇനി രാജകുമാരിയിലേക്ക്. ടൗണുകളിലും കടകളിലും ഓട്ടോറിക്ഷ തൊഴിലാളികളെയും കണ്ടുകൊണ്ട് സൗഹൃദ സംഭാഷണവും നാടിന് വേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ് BSP സ്ഥാനാർത്ഥി സജീവൻ. കാർഷിക വിളയായ ഏലത്തിന് 3000 രൂപ ആക്കാനും മുല്ലപ്പെരിയാർ വിഷയം തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങളടക്കം പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് PK സജീവൻ പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയം എത്രയോ കാലങ്ങളായിട്ട് പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു. ആ വിഷയത്തിന് നമുക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണം. അതേപോലെ തന്നെ കണ്ണകി ദേവി അമ്പലം പണിയുന്നതിനുള്ള വിഷയങ്ങൾ, ചക്കുളത്തുമേട് പാത ഓപ്പണായി കഴിഞ്ഞാൽ മീനാക്ഷിപുരത്ത് നിന്ന് ആനക്കല്ലിലേക്ക് ഏകദേശം 7 കിലോമീറ്ററേ ഉള്ളൂ. ആ റോഡ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഞാൻ പരിശ്രമിക്കും. ഏലത്തിന് ഒരു 3000 രൂപ വില ലഭിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ കുരുമുളകിന് 1000 രൂപ ലഭിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നല്ല നിലവാരത്തിലുള്ള ഒരു ജീവിത സാഹചര്യം മണ്ഡലത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഞാൻ എന്നും മുൻപന്തിയിലുണ്ടാകും. കുളപ്പാറച്ചാലിൽ പ്രായമായവരെയും വ്യാപാരികളെയും കണ്ട് തന്റെ ആനച്ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചു. ഉടുമ്പൻചോലയിൽ നല്ല നിലവാരത്തിലുള്ള ജീവിത സാഹചര്യം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നൽകുമെന്ന് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ സജീവിന്റെ ഉറപ്പ്. രാജകുമാരിയിൽ നിന്നും സിൻഡോ രാജാക്കാട്, ടോപ്പ് മീഡിയ, രാജാക്കാട്.